ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. അതിൽ നിന്നൊരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുവെന്ന് പരിശുദ്ധ മറിയം ഏറ്റുപറയുന്നു. മറിയത്തിൻ്റെ എല്ലാ നന്മയും ഉയർച്ചയും ദൈവപ്രീതിയും തുടങ്ങുന്നത് മറിയത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ താഴ്മയിൽ നിന്നാണ്, എളിമയിൽ നിന്നാണ്. മാതാവ് അതാണ് പറയുന്നത്, തൻ്റെ ദാസിയുടെ താഴ്മയെ ദൈവം കണ്ടിരിക്കുന്നു. മാതാവ് അത് പറഞ്ഞു തുടങ്ങിയത് ദൂതൻ്റെ അടുത്ത് സന്ദേശം കിട്ടിയപ്പോൾ മറുപടിയായിട്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, സ്വയം താഴ്ത്തി ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചു. ഈ താഴ്മ എളിമ തന്നെയായിരുന്നു. എളിമ എന്നുള്ളത് സ്വയം ചെറുതാക്കുകയും അതോടൊപ്പം അല്ലെങ്കിൽ അതുവഴി ദൈവത്തെ വലുതാക്കുകയും ചെയ്യുന്നതാണ്. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ പറയുന്നത് നമുക്കറിയാം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. എല്ലാ പുണ്യങ്ങളുടെയും മാതാവ് എന്നാണ് എളിമ എന്ന പുണ്യത്തെ വിളിക്കുന്നത്. നമ്മൾ പുണ്യത്തിലാണോ ജീവിക്കുന്നത്, പുണ്യങ്ങൾ നമ്മളിലുണ്ടോ എന്നറിയാനുള്ള വഴി നമ്മളിൽ എളിമയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. നമുക്ക് എളിമയുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളായി നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കും, നമ്മളിൽ നിന്ന് പൊങ്ങച്ച വർത്തമാനങ്ങൾ വരാതിരിക്കും, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കും, കാരണം അവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി നമ്മൾ കരുതും. ഒരിക്കലും നമ്മൾ അവരോട് മോശമായി നല്ലതല്ലാത്ത രീതിയിൽ സംസാരിക്കില്ല, കാരണം അവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന്, ദൈവസാന്നിധ്യം അവരിൽ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അവരോട് ബഹുമാനത്തോടെ സംസാരിക്കും. നമ്മളെല്ലാം ദൈവാനുഗ്രഹമാണെന്ന് എപ്പോഴും പറയാനുള്ള സന്നദ്ധത കാണിക്കുകയും ചെയ്യും. കാരണം ഒന്നും നമ്മുടെ കഴിവുകൊണ്ട് നേടിയതല്ല എന്നാണ്, എല്ലാം ദൈവാനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ നമുക്ക് എളിമയുണ്ടെങ്കിൽ ഈ രീതിയിലെല്ലാം നമുക്ക് സംസാരിക്കാനും പെരുമാറാനും സാധിക്കും. ദൈവത്തിൻ്റെ ദാസിയാകാൻ ആഗ്രഹിച്ച മറിയത്തെ ദൈവം തൻ്റെ അമ്മയാക്കി. എന്നാൽ ദൈവത്തിൻ്റെ അമ്മയാകുമെന്ന് ആ കാലത്തെ പ്രഭുകുമാരികളും രാജ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളുമൊക്കെ ഒരുപക്ഷെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അവരെ ദൈവം ദൈവത്തിൻ്റെ ദാസി പോലും ആക്കിയുമില്ല. ഒന്നിലും ഒട്ടും അഹങ്കരിക്കാതെ എളിമ എന്ന പുണ്യം എന്നും മാതാവിനെ പോലെ ഉണ്ടാകാൻ നമുക്ക് ഈ പരിശുദ്ധ ബലിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എളിമയാണ് എല്ലാ ഗുണങ്ങളുടെയും മാതാവ് എന്ന ബോധ്യത്തിൽ എളിമയിൽ ആഴപ്പെടാനും എളിമ ഹൃദയത്തിൽ എന്നും ഉണ്ടാകാനുമുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.